ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്നാണ്. പ്രപഞ്ചം നിങ്ങളെ എന്ത് മെസ്സേജാണ് ഇപ്പോൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. 2 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി വയ്ക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, Nine of Cups, Nine of Swords, Knight of Cups, Magician, King of Wands, Queen of Cups, Fool, Eight of Cups, Wheel of Fortune and Star card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 4 of Swords ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 9 of Cups വന്നിട്ടുണ്ട് ആൻഡ് 9 of Swords വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണ്, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഇമോഷണലി ഒരുപാട് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻസിൻ്റെ പിറകെ മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിരാശ ഉള്ളത്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്കുള്ളിൽ ആ ഒരു സന്തോഷം നിങ്ങൾ കണ്ടെത്തേണ്ട ടൈമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതും നമുക്ക് സെയിം മെസ്സേജാണ് പറയുന്നത്. ഇമോഷണലി സ്റ്റേബിൾ ആകുക എന്നുള്ളത്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. സോ അത് ഒരു നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റേഷൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ കൊണ്ട് നേടാൻ സാധിക്കും. നിങ്ങൾ തന്നെയാണ് ആ ഒരു ഡ്രീംസിൻ്റെയൊക്കെ ഒരു ക്രിയേറ്റർ. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഡ്രീംസിനെ റിയാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ആക്ഷൻസ് എടുക്കേണ്ട ടൈമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കൂടുതലും കപ്സാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ആ ഒരു ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ് ആകണം എന്നൊരു മെസ്സേജ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് മെയിനായിട്ടും ആക്ഷൻസ് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആക്ഷൻസ് എടുക്കേണ്ട ടൈമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്വീൻ ഓഫ് കപ്സാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ഇമോഷണലി സ്റ്റേബിളാകാൻ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് അല്ലെങ്കിൽ സക്സീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. സോ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും നാൾ, അത് നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, ഒരുപാട് അപ്സും ഡൗൺസും ഒക്കെ നടന്നിട്ടുണ്ടാവും. നിങ്ങളതൊക്കെ മായ്ച്ചു കളയുക, എന്നിട്ട് പുതിയൊരു തുടക്കം, ഇനിയുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. യൂണിവേഴ്സൽ സപ്പോർട്ട് ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. ഒരുപാട് പാസ്റ്റ് ട്രോമാസും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്ന് അവിടെ നിങ്ങൾ സ്റ്റക്കായി പോകാണ്ട് അതൊക്കെ മാറ്റി വെച്ച് അവിടെ നിന്നും നിങ്ങൾ ഒരുപാട് മുന്നിലോട്ട് പോകേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നൊരു മെസ്സേജാണ് ആ ഒരു കാർഡിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരാൻ പോകുന്നു.
ആ ഒരു യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ആ ഒരു ചേഞ്ച് എന്താണോ അത് നടക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സോ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ, ഹോപ്പിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ കറൻ്റ്ലി ആ ഒരു ഹീലിംഗ് എനർജിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യുക. ആൻഡ് യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മജീഷ്യൻ കാർഡ്, 9 ഓഫ് കപ്സ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. സോ ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. കറൻ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഹീലിങ്ങിലാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രതീക്ഷയോടുകൂടി ഇരിക്കുക ആൻഡ് ആക്ഷൻസ് എടുക്കുക. ഓക്കെ. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 4 ഓഫ് സ്പോർട്സ് ആയിരുന്നു. സെയിം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണോ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ടൈം നിങ്ങൾ റെസ്റ്റ് എടുക്കുക, റിക്കവർ ചെയ്യുക, നിങ്ങളുടെ ഹീലിംഗ്, മെൻ്റൽ ഹീലിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ സമയമെടുത്ത് ഒന്ന് ഹീലായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു ആക്ഷൻസിനെ കുറിച്ച് ചിന്തിച്ച് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഓവറോൾ റീഡിങ്ങിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക. അതിനെക്കുറിച്ച് ഓർത്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരിക്കരുത്. അതാണ് നിങ്ങൾക്ക് ഇത്രയും ആങ്സൈറ്റി കൂടാനുള്ള കാരണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഡിപ്രസ്ഡ് ആക്കുന്നതിൻ്റെ മെയിൻ കാരണം ആ ഒരു പാസ്റ്റാണ്. സോ അത് തൽക്കാലം മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ആ ഒരു പവറുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അതിനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ബെസ്റ്റ് തിങ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. സോ അതിന് നിങ്ങൾ പ്രോപ്പർ ആക്ഷൻസ് എടുക്കുക. ബാക്കി യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. അതാണ് ഇന്നത്തെ റീഡിങ്സിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. O morning, commitment, 20, 19, 1, 9, 12, Y, few weeks, December, June, long distance, Thursday, 13, J, listen actively, loyalty, (27) communicate openly, few months, this year, night, L, 22, distance, Q, 25, C, W, B, March,
എക്സ്പ്രസ് ഫീലിങ്സ്, T28 3 സൺഡേ. സോ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.